അങ്ങനെ തിരുവോണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞു. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ചെറിയ കുട്ടികളെ പോലെ കാക്കണം, പിന്നെ പരിപാടിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ വീഡിയോ വരാനും എടുക്കാനൊക്കെ കുറച്ച് നേരം വൈകിട്ടോ. ഞങ്ങളിങ്ങനെ വിരുന്ന് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആശംസകളൊക്കെ പറഞ്ഞോളാം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. നല്ല പൂട്ടിന് കേട്ടോ. പിന്നെ ഞങ്ങളെ ഇമ്പാക്റ്റിന്റെ തിരുവോണ പരിപാടി തുടങ്ങിയില്ലേ? അപ്പൊ മത്സരങ്ങളൊക്കെ അവിടെ നടക്കണുണ്ട്. നമുക്ക് പോയി നോക്കാം. നമുക്ക് ചിന്നുവിന്റെ പൂക്കളും കൂടെ പോയി നോക്കിയിട്ട് അത് കാണാൻ പോവാട്ടോ. ഇതാക്കണ ചിന്നുവിന്റെ വീട്ടിലെ പൂക്കളം. ഇവരെ പിന്നെ മുറ്റത്തായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ നല്ല മഴയുണ്ട്. എങ്ങനെയുണ്ട്? നമ്മളെപ്പോഴും അമ്മായിനെ കാണാണ്ടില്ലേ? അമ്മായിന്റെ പൂക്കളും നമുക്ക് അമ്മായിന്റെ പൂക്കളും കൂടി ഒന്ന് കാണട്ടോ. അവിടെ പരിപാടി ഏകദേശം തുടങ്ങി. കണ്ടോ? ഓരിവിടെ ഡോർമലൊക്കെ പൂക്കളൊക്കെ തൂക്കി നല്ല ഭംഗിയാക്കി. ഒരു കുടിരിക്കൽ കഴിഞ്ഞ ഫസ്റ്റത്തെ ഓണാണ്. നല്ല അടിച്ചു പൊളിച്ചില്ലേ? നമുക്ക് പരിപാടി കാണാൻ പോവാല്ലേ? ഇതാണ് കേട്ടോ ഇവരൊക്കെ വന്നണ്. ഇവരെ വീട് കുറച്ച് അപ്പുറമൊക്കെയാണ്. അതുകൊണ്ട് ഞാനും ചിന്നു വേണ്ടി ഇൻട്രോ എടുത്ത് റെഡിയായി. ഇവര് ഏകദേശം ഈ ഷെഡിന്റെ അടുത്തേക്ക് വന്നതാട്ടോ. ഇവിടെ ഗ്രൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പോവല്ലേ? പരിപാടിയൊക്കെ കണ്ട് നല്ല ഉഷാറാക്കല്ലേ? ഓണാഘോഷ പരിപാടി രണ്ടാം ദിനമായുള്ള ബിസ്ക്കറ്റ് കളിയിലേക്ക് ഇതിലുള്ള എല്ലാ മത്സരത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. 1 2 3 start. എന്താ കുട്ടികളെ മ്യൂസിക്കൽ ചെയറൊക്കെ തുടങ്ങിയിട്ടോ. ഞങ്ങൾ മ്യൂസിക്കൽ ചെയറിൽ വിജയിച്ച് ഷൈനി ചേച്ചിയാണ്. എന്താ എല്ലാവരും ഭയങ്കര ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ടോ ഇന്നത്തെ ഞങ്ങളീ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങളുടെ ഇമ്പാക്റ്റിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ ക്ലബിൻ്റെ ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര ഇതാണ് കേട്ടോ. കണ്ടോ, അവർ കസേര താക്കാനും കുട്ടികളെ മുന്നിട്ട് കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉഷാറാട്ടോ. എന്താ കണ്ടില്ലേ? ഇത് ഭയങ്കര രസമുള്ളൊരു കളിയാട്ടോ. കൈ ഇങ്ങനെ വെച്ചിട്ട് അവരിങ്ങനെ ഒരു 7 8 10 പ്രാവശ്യം ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയും എന്നിട്ട് അവർ ഇങ്ങനെ നേരെ ഓടണമെന്നാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതിൽ മത്സരിക്കാൻ വേണ്ടി ഒക്കെ റെഡിയായി അവരതാ വട്ടം കറങ്ങുകയാണല്ലേ. നല്ല രസമാട്ടോ. വട്ടം കറങ്ങിയിട്ട് അവർ ഓടുന്ന കാണിച്ചു തരാം കേട്ടോ. എന്താ 10 റൗണ്ടോളായില്ലേ? ഇതാ കണ്ടില്ലേ? ഒരു കുട്ടി വിജയിക്കുക, ഒരു കുട്ടി അങ്ങോട്ടേക്ക് പോയിട്ട് ഓടി തല മിന്ന് അവർക്ക് ഓടും. ഇതാ നമ്മുടെ ശുങ്കി തക്കിനെ അവന് കലം പൊട്ടിക്കൽ മത്സരത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ 3 അടി അടിച്ച് അതിൽ അവന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ആളാണ്, അടുത്ത അല്ലൂസാണ് കേട്ടോ. അവന് 3 അപ്പോൾ ഒരു അടി അടിച്ചില്ലേ? അപ്പം എന്താ കണ്ടില്ലേ? അടിക്കുന്നുണ്ട്. അതിന് കുറച്ചൊരു വിട്ടാൽ അടിക്കിനെ കുറച്ചൊന്ന് മുന്നിലേക്ക് അയക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ജയിക്കും കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറിട്ടോ. പിന്നെ അതൊക്കെ എന്താ കസര കളി ചേച്ചിയാട്ടോ. ഷൈനി ചേച്ചിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ചേച്ചിയാണ് കേട്ടോ കലക്ക് പൊട്ടിക്കാനും മുന്നിട്ടൊക്കെ വന്നത്. നമുക്ക് നോക്കല്ലേ ചേച്ചി ജയിക്കോ ഇല്ല എന്നുള്ളത്. നല്ല രസമാട്ടോ. അങ്ങനെ എടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഞാൻ അടി കൊടുക്കും. അപ്പോൾ അവർ മാറാനൊക്കെ പറയുന്നത് നല്ല രസമില്ല. അപ്പോൾ ഷൈനി ചേച്ചിക്ക് എന്താ കയ്യില്ല തോന്നുന്നുണ്ട്.
കണ്ടില്ലേ അടിച്ച് അവൾ വിജയമായിട്ടോ ഭയങ്കര ആളാത് പ്രകടനം കേട്ടോ സമയത്ത് അവിടെ അതിൽ കുടത്തിൽ വെള്ളവും പൂവും അതുപോലെ തന്നെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് വിജയ്ക്ക് മന്തിയാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സമ്മാനമായിട്ട്. പിന്നെ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കുട്ടികളെ വടംവലി പിന്നെ തുടങ്ങാൻ കേട്ടോ. ഇതാ അല്ലും ശുന്യൊക്കെ ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ അവരിതാ അവർ അങ്ങോട്ട് ഭയങ്കര വലിയ ഇരിക്കുന്നുണ്ടല്ലേ. നല്ല രസമാണ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടാട്ടോ നമ്മളെ ഇന്ന് ടീം അംഗങ്ങളൊക്കെ. അത് കണ്ടില്ലേ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും രണ്ട് കൂട്ടരെയും നല്ല ഇതിൽ പോകുന്നുണ്ടല്ലേ. ഇതാ അവരിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയിച്ചേ അവർ ജയിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ഇതാ ഒരു കൊല പഴത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ മത്സരിക്കുന്നത്. ഇത് വലിയ ചേച്ചിമാരൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കുന്ന അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവർക്ക് വിജയികൾക്ക് ഈ പഴക്കൊല സ്പോൺസർ ചെയ്തത് ഞങ്ങളാട്ടോ. ഞങ്ങൾ 4 പേരും ഗോൾഡൻ സിസ്റ്റേഴ്സാണ് കേട്ടോ അത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അതവരിങ്ങനെ മൈക്കിൽ കൂടെ ഒക്കെ വിളിച്ച് പറയണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് നോക്കല്ലേ ഇതിലാര് വിജയിക്കും, ആര് ഞങ്ങൾ കൊടുത്ത വാഴക്കൾ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ എല്ലാവരും ഇരിക്കട്ടോ. അവിടെയൊക്കെ ഇതാ അവരിതൊക്കെ അവർക്കുള്ള കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ വലിയ തുടങ്ങാണ്. ഇതാ കണ്ടില്ലേ ഇവിടെ ശരി ചേച്ചി, സബിതേച്ചി, പാർവതി ചേച്ചി ഇവരൊക്കെയാണ് കേട്ടോ വലിക്കാൻ മുന്നിൽ നിൽക്കുന്നത്. ഇതാ അപ്പുറത്തെ സൈഡിലും നല്ല ടീമാണ് ഇവർ. ഞങ്ങൾ കണ്ടോ ഇവർ ഷൈൻ ചേച്ചി ഇവരൊക്കെയാണ് വലിച്ച് ജയിച്ചത്. പാർവതി ചേച്ചിയൊക്കെയുള്ള ടീം കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ 2 സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മാറിട്ടോ. നമ്മൾ വിജയികളെ കണ്ടത്തിൽ അങ്ങനെയാണല്ലോ അല്ലേ. ഈ സൈഡ് വലിച്ചാൽ അവർ അപ്പുറത്തേക്ക് മാറി. എന്നിട്ട് അവർ നല്ല ശക്തിയായിട്ട് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ എന്ത് രസാലേ കാണാൻ. അതാ ഇപ്പോഴും ജയിച്ചത് അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫൈനലിൽ ഞങ്ങൾ കൊടുത്ത വാഴക്കൾ കൊണ്ടുപോകുന്നതാ. അത് അവരെല്ലാവർക്കും ഇതന്നെ ചെയ്യാൻ കേട്ടോ. ടീം അംഗങ്ങളെല്ലാവരും അതൊക്കെ ഷൈൻ ചേച്ചി അത് എടുത്തോടെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ സ്പോൺസർ ചെയ്താണെങ്കിലും ഓരോ പഴം ഞങ്ങൾക്ക് നിതിൻ, ബിജു, അനസ്, അമൽ ഇതിൽ പൊടി പാറും. ഈ മത്സരം നിയന്ത്രിക്കുന്നത് നമ്മുടെ സത്താറാക്ക. കാണികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ബാബേട്ടൻ മത്സരം നിയന്ത്രിക്കൂ. പങ്കെടുക്കാത്ത ആളുകൾ സൈഡിലേക്ക് മാറി നിൽക്കണം. കുട്ടിയപ്പോ ശ്രദ്ധിക്കുക, പെട്ടെന്ന് നോക്കുക. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരു ടീമുകളും വലിക്കൂ. ജയപ്രകാശ് കടന്നു വലിക്കുകയാണ്. എന്തും സംഭവിക്കും. അപ്പുറത്തുള്ള കുഴൽക്കിണർ പൊട്ടിക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാണികൾ മാറി നിൽക്കണം. കാണികൾ ബാക്കിലേക്ക് ഇറങ്ങണം. ഒരു കാരണവശാലും അടുത്തേക്ക് വരരുത്. സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകളെ ബാക്കിലേക്ക് ഇറക്കുക. വിടരുത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ.
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. യെസ്, വളരെ വാശിയേറിയ മത്സരം. പുറകിലേക്ക് ഇറങ്ങി നിൽക്കുക. ഇതാണ് നമ്മളെ പൂക്കളെപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കട്ടോ. അപ്പോൾ കേടൊന്നും വരുത്തിയില്ലേ ഏതായാലും. പിന്നെ സിറ്റ് ഔട്ടിലിട്ടാൽ കേട് എടുത്ത് വെച്ചിട്ടേ ബാക്കി പൂവൊക്കെ തൂണിൻ്റെ ചുറ്റിട്ടൊടുത്തി. സിറ്റ് ഔട്ടിലിട്ടാൽ പന്ത് തട്ടണായിട്ട് തട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചേറ്റടിമേൽ ഇട്ടതാട്ടോ. ഇതാണ് നമ്മളെ സുന്ദരിയില്ലേ. പിന്നെ അവിടുന്ന് പ്രോത്സാഹന സമ്മാനമൊക്കെ വാങ്ങി വന്നിന് കേട്ടോ. മത്സരത്തിന് ഫസ്റ്റൊന്നും കിട്ടിയില്ല, എന്നാലും പ്രോത്സാഹന സമ്മാനം കിട്ടി. എന്താ കിട്ടിയ കണ്ടാ? ആയി നല്ല ഭംഗിയുള്ള ഒരു കപ്പിലേ. ഇനി സുന്ദരി എന്നും ഇതിലാവും ചായ കുടിക്കലേ. ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടൊന്ന് കാണിച്ചെടുക്കേ. ആയി കണ്ടോ? അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോന്നിട്ടോ. കഴിഞ്ഞിട്ടൊന്നുമില്ല, അവിടെ വടംവലി ഫൈനലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വീട്ടിലേക്ക് പോകണമല്ലോ. അവിടെ പോകുന്നു. ചിന്നു സിത്തൊക്കെ വീട്ടിലേക്ക് പോയി. നാളെ എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചെത്തുമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കാത്തുക്കും. നേരം വൈകിട്ട് ഇങ്ങനെ വിളി വരുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രസന്നേച്ചി ഉണ്ട്, അവിടെ DJയും കാര്യമൊക്കെ ഉണ്ട് അന്ന് 7 മണിക്ക് ശേഷം. അപ്പോൾ അതിനൊന്നും നിൽക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങളോട് വന്നതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ പോകാൻ മാറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ റെഡി ആവട്ടെ. അക്കുവാവേ ടാറ്റ എടുക്ക്. ടാറ്റ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.